അല്ല, സിനിമയിൽ പാട്ട് ആവശ്യമില്ല. ആവശ്യമില്ല. സിനിമയ്ക്ക് പാട്ടൊരു അവിഭാജ്യ ഘടകമേ അല്ല. പാട്ടൊരു ടൂളാണ്, അത് ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ മതി. ആ പാട്ടിന്റെ വിഷ്വലൈസേഷന് കൊടുക്കുന്നൊരു അല്ലല്ല, പാട്ട് ടൂളാവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ സിനിമയിൽ ഞാൻ പാട്ട് ഉപയോഗിക്കുന്നത് രണ്ട് ഘട്ടങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ് പലപ്പോഴും പാട്ട്. ചിലപ്പോൾ നമ്മളൊരു 20, 25, 30 സീനുകളിലൂടെ പറയാൻ പറ്റുന്ന വിഷയങ്ങൾ 5 മിനിറ്റ് 4 മിനിറ്റുള്ള ഒരു പാട്ടിലാവുമ്പോൾ പാട്ടിലേക്ക് ഒതുക്കാൻ പറ്റും. അപ്പോൾ ഒരു ദീർഘകാല കഥ, ഇപ്പോൾ വിക്രമാദിത്യൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇവർക്ക് 3 മക്കളുണ്ടായതിൻ്റെ ഒരു ഫണ്ണി ആയിട്ടുള്ള കഥയുണ്ട്. ആ 3 മക്കളുണ്ടാവുന്നതാണ് ഒരു പാട്ട്. അപ്പോൾ ഓരോ പാട്ടിനും അങ്ങനെ ഓരോ ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അപ്പോൾ കഥയുമായിട്ട് അത്രയും ബന്ധപ്പെട്ട കഥയിലെ ഓരോ ഏരിയയും മറികടക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ പാട്ടുകളെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എൻ്റെ സിനിമയിലെ പാട്ടുകൾ ആളുകൾക്ക് ഇഷ്ടമായിട്ടുള്ളത്. കാരണം അത് സിനിമയുമായിട്ട് മാറി നിന്നിട്ടില്ല, സിനിമയിൽ കഥയുമായിട്ട് ഇഴുകിച്ചേർന്നിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അയാളുടെ ദുബായിൽ എങ്ങനെയാണ് അയാളുടെ കയ്യിലെ കാർഡുകൾ മുഴുവൻ എം ടി ആയത്, ക്രെഡിറ്റ് കാർഡുകളൊക്കെ എങ്ങനെയാണ് എം ടി ആവുന്നതെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന, അയാളുടെ ക്യാരക്ടർ എന്താണ്, അയാളുടെ ലൈഫിനോടുള്ള അയാളുടെ അപ്രോച്ച് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ആദ്യത്തെ ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനും കടന്നു പോകാനും ഒക്കെയാണ്. ഇപ്പോൾ 41 എന്ന് പറയുന്ന സിനിമയിൽ അയ്യൻ 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 എന്ന് പറയുന്ന പാട്ട് ശബരിമല എരുമേലിയിൽ നിന്ന് ഉള്ള പമ്പ വഴി സന്നിധാനത്തിലേക്ക് എത്തുന്നത് വരെയുള്ള അവരുടെ യാത്രയാണ് ആ പാട്ട്. അപ്പോൾ അതൊരു സീനുകളായിട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. അത് പാട്ട് കൂടെ ആകുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് യഥാർത്ഥത്തിൽ ഒരു ടൂള് തന്നെയാണ്. അതെ, അപ്പോൾ ടൂളായിട്ടാണ് പാട്ടിനെ ഉപയോഗിക്കുന്നത്. അപ്പം പണ്ട് പാട്ട് 2 പേര് കണ്ടുമുട്ടിയാൽ ഉടനെ പാട്ട്, ആ ഘട്ടം മാറിയിരുന്നു എൻ്റെ കാലഘട്ടം വന്നപ്പോൾ. ഇപ്പം എൻ്റെ കാലഘട്ടത്തിനും മുൻപും എൻ്റെ കാലഘട്ടത്തിലും പാട്ടുകളേ ഇല്ലാത്ത സിനിമകൾ. ഇപ്പോൾ ജോഷി സാറിൻ്റെ ഒരുപാട് സിനിമകളിൽ പാട്ടേ ഉണ്ടായിട്ടില്ല. ഷാജി കൈലാസിൻ്റെ പടങ്ങളിലൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടായാലുണ്ടാവും, അത്രേ ഉള്ളൂ. അങ്ങനെ പാട്ടില്ലാത്ത സിനിമകൾ ഒരുപാട് ആ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും പാട്ടുകൾ വന്നു.